ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളിന്ന് അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ PSC പരീക്ഷകളിലൊക്കെ ധാരാളമായി ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ നിന്ന് കിട്ടും. ധൈര്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. നമ്മൾ ഈ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ഇതിൻ്റെയൊക്കെ മോക്ക് ടെസ്റ്റുകളും നമ്മൾ ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. നമ്മൾ പഠിക്കുന്നത് 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ഒരു ഭാഗമാണ്. അപ്പം നമ്മളിന്ന് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അംബേദ്കറിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്, ഈ ഒരു ചിത്രം. അപ്പോൾ എന്താണെന്ന് നോക്കാം. സമത്വത്തിൻ്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിൻ്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. അപ്പോൾ ആരുടെ വാക്കുകളായത്? ഡോക്ടർ BR അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ നവംബർ 25, 1949 അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നതാണ് നമ്മളിവിടെ കേട്ടത്. നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യമാണ് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആരംഭം, അതിൻ്റെ ആമുഖം, അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തന്നെ പുതിയ സിലബസ് പ്രകാരമുള്ള ചാപ്റ്റർ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ SCERT ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. നമ്മുടെ 2 ചിത്രങ്ങളാണ് ഇവിടെ. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക്, ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം എന്ന്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. അപ്പോൾ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹം എന്താണ്? 3 ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിൽ 389 അംഗങ്ങളുണ്ടായിരുന്ന സഭ 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായി പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയും ചോദ്യം വരാം. നമ്മുടെ രൂപീകരണ വേളയിൽ എത്ര അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്? രൂപീകരണ വേളയിൽ എത്ര പേരുണ്ടായിരുന്നു? 389 പേരാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം എത്ര പേരുണ്ടായിരുന്നു? 299 അംഗങ്ങളായി പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ഇനി നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ
നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാ പൗരർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് എന്താണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇവ എല്ലാ പൗരർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലിക അവകാശങ്ങളായും രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായും ഇവയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മൗലികാവകാശം, നിർദ്ദേശക തത്വങ്ങൾ, അങ്ങനെ ഭരണഘടനയിൽ ഈ ഒരു സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി ഇതൊക്കെ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം രാഷ്ട്രത്തോടും സമൂഹത്തോടും പൗരർ പുലർത്തേണ്ട മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് ഇങ്ങോട്ട് ചെയ്തു തരേണ്ട കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ രാജ്യത്തിന് വേണ്ടി അങ്ങോട്ട് ചെയ്യേണ്ട മൗലിക കർത്തവ്യങ്ങൾ കൂടി ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും കർത്തവ്യങ്ങളുമാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞതുപോലെ എന്താണ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങൾ, അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ, കർത്തവ്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അവകാശങ്ങൾ അല്ലെങ്കിൽ റൈറ്റ്സുകളെ കുറിച്ച് പഠിക്കാം. എന്താണ് അവകാശങ്ങളെന്ന് നോക്കാം. അവകാശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സെമിനാറിൽ പങ്കെടുത്തതിന് ശേഷം കുട്ടികൾ ടീച്ചറോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ. അപ്പോൾ സംഭാഷണത്തിൽ പ്രതിപാദിക്കുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കിവിടെ ആദ്യം നമുക്ക് നോക്കാം. ടീച്ചർ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് സെമിനാറിൽ പറഞ്ഞു. അത് ഞങ്ങളുടെ അവകാശമല്ലേ? അപ്പോൾ ഇവിടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അത് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട് എന്ന് സെമിനാറിൽ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എന്താണ്? അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം, ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം, ഇതൊക്കെ എന്താണ്? നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, ശരിയാണ്, ഇവയൊക്കെ രാഷ്ട്രം ഭരണഘടനാപരമായി എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ സംഭാഷണത്തിൽ പ്രതിപാദിക്കുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവകാശം, ചൂഷണത്തിൽ നിന്ന് അതായത് ചൂഷണത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം, ഇതൊക്കെ നമ്മുടെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇവ കൂടാതെ എന്തെല്ലാം അവകാശങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ നമുക്ക് എന്താണ്? സ്വതന്ത്രമായിട്ട് നമ്മുടെ സ്വത്ത്, അത് മൗലികാവകാശമല്ല, അത് നിയമാവകാശമാണ്. സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശം. പിന്നീട് നമുക്ക് ഇതല്ലാതെ ഉള്ള ഒരുപാട് അവകാശങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നതായിരിക്കും. മനുഷ്യാവകാശങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോളത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം. മനുഷ്യാവകാശങ്ങൾ. മനുഷ്യർ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങൾ ഏതുമില്ലാതെ അന്തസ്സുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് വിശ്വസിക്കുന്ന ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി ഇതൊന്നുമില്ലാതെ നമുക്കെന്താണ്? അന്തസ്സുറ്റതും വിവേചനങ്ങളില്ലാത്തതുമായ തുല്യതയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട്. ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളുണ്ട്. അവകാശങ്ങളെ പൊതുവെ പറയുന്ന പേരാണ് മനുഷ്യാവകാശങ്ങൾ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ്. അപ്പോൾ അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സമൂഹം സ്വീകരിക്കുന്ന അവകാശങ്ങളുണ്ട്, അതുപോലെ രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുന്ന അവകാശങ്ങളുമുണ്ട്. വ്യക്തികൾക്ക് അവകാശങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്.
അപ്പം നമ്മൾ എന്തിനാണ് വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നത്? ജനാധിപത്യ സംവിധാനം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ അവകാശങ്ങൾ, വ്യക്തികൾക്ക് അവരുടെ അവകാശങ്ങൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവ നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പം നമുക്കുള്ള ഈ അവകാശങ്ങളൊക്കെ നിയമം വഴി ആരാ നടപ്പിലാക്കി തരേണ്ടത്? അത് ഗവൺമെൻറ്റാണ്. അതിനായി മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു അവകാശങ്ങളൊക്കെ നിയമം വഴി നടപ്പിലാക്കുന്നതിന് മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെൻറ്റിന് ചില പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് എന്താണ് ഇവിടെ നിയമപരമായി എഴുതി വച്ചിരിക്കുന്ന അവകാശങ്ങളിൽ എന്താ പറയുന്നത്? നമ്മുടെ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെൻറ്റിന് ചില പരിമിതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അവകാശ ലംഘനം ഉണ്ടായാൽ അതിനുള്ള പരിഹാരവും ഉറപ്പാക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഓരോരോ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ആദ്യത്തേത് എന്താണ്? മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അന്തർദേശീയ തലത്തിൽ മനുഷ്യ അവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അന്തർദേശീയ തലത്തിലെ മനുഷ്യാവകാശങ്ങളായി, അപ്പം നമ്മൾ ലോകത്തിന് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അവിടെ എല്ലാം എന്താണ് മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ അടിസ്ഥാന അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങൾ എന്ത് ചെയ്യണം? രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ്. ഇത്തരം അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ലോകത്ത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ അതത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സുപ്രധാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോകത്തെടുക്കുകയാണെങ്കിൽ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ അതത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സുപ്രധാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാനവ ചരിത്രത്തിലെ ഈ സുപ്രധാന ഏടുകളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്തിനെയാണ്? ഈ ചില സുപ്രധാന ഏടുകളുണ്ട്, അതാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, അത് നോക്കാം. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പം നോക്കാം. മൗലിക അവകാശങ്ങളുടെ നാൾ വഴി. അപ്പം മൗലിക അവകാശങ്ങൾ എങ്ങനെയാണ് വന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം മാഗ്ന കാർട്ട ഉടമ്പടി. മാഗ്ന കാർട്ട എന്ന് പറയുന്നത് 1215 മാഗ്ന കാർട്ടയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 1215 എന്ത് സംഭവിച്ചു? പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് 1215 മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്ന കാർട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ഏത് എന്ന് ചോദിക്കാം. അപ്പോൾ ഏതാണത്? അതാണ് 1215 മാഗ്ന കാർട്ട. ഇനി ഇവിടെ ഒരു മാഗ്ന കാർട്ടയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മാഗ്ന കാർട്ട എന്ന് നമ്മൾ ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. അപ്പോൾ ഈ ബ്രിട്ടനിലെ അവകാശങ്ങളെക്കുറിച്ച് സംബന്ധിച്ച് എന്ത് ചെയ്തു? ആദ്യകാലങ്ങളിലെ ചില കാര്യങ്ങളൊക്കെ അവകാശങ്ങളെക്കുറിച്ച്
രൂപപ്പെട്ടു വന്നു, ചില കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നു. അങ്ങനെ ആദ്യകാലത്ത് ബ്രിട്ടനിൽ രൂപപ്പെട്ടു വന്ന ആ ആദ്യകാല രേഖയാണ് എന്തെന്ന് പറയുന്നത്, മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അപ്പം ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യ രേഖയാണ് ഇത്, നമ്മുടെ മാഗ്ന കാർട്ട. വലിയ പ്രമാണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വലിയ പ്രമാണം. അപ്പം വലിയ പ്രമാണം എന്നറിയപ്പെടുന്നത് എന്തിനെയാ? മാഗ്ന കാർട്ടയാണ്. രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിനതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണ് 1215 ഈ പറയുന്ന മാഗ്ന കാർട്ട. അപ്പോൾ രാജാവും രാജാവിൻ്റെ ഭരണകൂടവും, രാജാവ്, രാജ്ഞി, രാജാവിൻ്റെ മന്ത്രിമാർ, എല്ലാവരും എന്താണ്? നിയമത്തിനതീതരല്ല. എല്ലാവർക്കും നിയമം ബാധകമാണ്, ഒരാൾക്ക് മാത്രമല്ല, എല്ലാവരും നിയമത്തിനതീതരാണ് എന്ന്, അതായത് നിയമം എല്ലാവരെയും ബാധിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവയ്പ്പിക്കുകയായിരുന്നു. അപ്പോൾ 1215 ബ്രിട്ടനിലെ രാജാവായ ജോൺ രാജാവ്, ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്നു 1215. ആര്? ഈ ജോൺ രാജാവ്. ഇദ്ദേഹത്തെ കൊണ്ട് ഈ മാഗ്ന കാർട്ടയിൽ അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? നിർബന്ധിപ്പിച്ച് ഒപ്പുവെപ്പിച്ചു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി. അപ്പോൾ ഇത് പിന്നീട് എന്ത് ചെയ്തു? ഇത് ബ്രിട്ടനിൽ ഇതൊരു നിയമമായി മാറി. ഇതൊരു ഈ രേഖയിൽ ജനങ്ങൾ എന്ത് ചെയ്തു? ഈ രാജാവിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. അതിനുശേഷം ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും ഇത് പിന്നീട് എന്ത് ചെയ്തു? ഇത് അടിസ്ഥാനമായി മാറി. അപ്പോൾ ഈ ഒരു മാഗ്ന കാർട്ട എന്ന് പറയുന്നത് പിന്നീട് അവിടെ അംഗീകരിച്ചേ മതിയാവൂ എന്നൊരവസ്ഥയിൽ വന്നു. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ്. അപ്പോൾ ഈ 1215 മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ട ചില റൈറ്റുകൾ ഇംഗ്ലണ്ടിൽ വേറെയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശങ്ങളൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ്. ഇനി നമ്മൾ പറയുന്നത് അമേരിക്കൻ അവകാശ പത്രികയെക്കുറിച്ചാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ് ബിൽ ഓഫ് റൈറ്റ്സ്. അമേരിക്കൻ അവകാശ പത്രിക എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ്, ബിൽ ഓഫ് റൈറ്റ്സിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഏതിലാണ്? അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ് അമേരിക്കൻ ഈ അവകാശങ്ങളെക്കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്? പ്രതിപാദിച്ചിരിക്കുന്നത്. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമപ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരർക്ക് ഉറപ്പു നൽകുന്നു. അപ്പോൾ അമേരിക്കൻ ഭരണഘടന ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നെടുത്ത അവകാശങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് അമേരിക്കൻ ഭരണഘടനയിലെ അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളിവിടെ പറഞ്ഞു. പ്രധാനമായിട്ടും മതവിശ്വാസത്തിനുള്ള അവകാശം പറഞ്ഞു, അഭിപ്രായ പ്രകടനത്തിനുള്ളതും മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി നമുക്ക് സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം തുടങ്ങിയവ അമേരിക്കൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നു. ഇനി അമേരിക്കൻ അവകാശ പത്രിക. അടുത്ത് നമ്മൾ പറയുന്നത് അമേരിക്കൻ അവകാശ പത്രികയെക്കുറിച്ചാണ്. അമേരിക്കൻ അവകാശ പത്രിക അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ് ബിൽ ഓഫ് റൈറ്റ്സ് നിലവിൽ വരുന്നത് 1789
ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശരേഖയാണ് അമേരിക്കൻ അവകാശ പത്രിക എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. എവിടെയാണ്? അമേരിക്കൻ ഭരണഘടനയിലാണ്. അമേരിക്ക 1789 ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശരേഖയാണ് ഏത്? 1789 യുണൈറ്റഡ് സ്റ്റേറ്റ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്കൻ അവകാശ പത്രിക എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. അതിനെ അടുത്ത് നമ്മൾ എന്താ പറയുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെക്കുറിച്ചാണ് പറയുന്നത്. ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണ് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ. 1789 തന്നെ അതും വന്നത്. ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണം. ഫ്രാൻസിൻ്റെതാണ് ഈ അവകാശ പ്രമാണം. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് അതിൽ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന 1948 എന്ത് ചെയ്തു? സാർവദേശീയമായ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അപ്പോൾ സാർവദേശീയപരമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 1948. അതിലെന്താ പറയുന്നത്? എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശരേഖയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താ? എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ഈ ഒരു അവകാശ രേഖ പുറത്തിറക്കിയത്. മുകളിൽ കൊടുത്തിരിക്കുന്ന അവകാശരേഖകൾ മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിൻ്റെ രൂപീകരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടിയൊക്കെ ചേർന്ന് വന്നാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ആശയത്തിലോട്ട് കൊണ്ടുവന്നെത്തിച്ചത്. പല ജനാധിപത്യ രാജ്യങ്ങളിലെയും ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയതിനാൽ ഇവ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ രാജ്യങ്ങളിലും മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അവകാശങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തു? ഭരണഘടനയെ സ്വാധീനിക്കുന്നതുമാണ്. നമ്മുടെ ഭരണഘടനയിലും ചില അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം നമുക്കും എന്തുണ്ട്? ചില മൗലിക അവകാശങ്ങളുണ്ട്. അപ്പം അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഈ ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറഞ്ഞൊരു ബോക്സ് തന്നിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞു പോവാം. 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശരേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ത് ചെയ്തു? ഒരു പ്രഖ്യാപനം നടത്തി. ആ ഒരു പ്രഖ്യാപനമാണ് അവിടുത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെക്കുറിച്ച് എന്താ പറയുന്നത്? 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ത് ചെയ്തു? അവർ പ്രഖ്യാപിച്ച അവകാശരേഖ. അപ്പോൾ ഈ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശരേഖയാണ് എന്തായിട്ട് മാറിയത്? അവിടുത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായി മാറിയത്. എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസിലെ എല്ലാ പൗരന്മാർക്കും വ്യക്തിഗതവും അതുപോലെ കൂട്ടായതുമായ അവകാശങ്ങൾ ഈ മനുഷ്യാവകാശ രേഖയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഖ്യാപിക്കുന്നുണ്ട്. പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂവെന്നും ഈ പ്രഖ്യാപനം പറയുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ സ്വതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ അവരും പറയുന്നതാണ് എന്താണ്? പൗരർ ജന്മനാ സ്വതന്ത്രരാണ്, അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണ് എന്ന് അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അതായത് ഈ സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ. ഈ ഒരു പ്രഖ്യാപനം ആണ് നമ്മൾ ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്.
ഇനി മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ, നമ്മുടെ ഇന്ത്യയിൽ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആ മൗലിക അവകാശങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളെ നിരവധി ഘടകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് അതിൽ പ്രധാനം. അപ്പോൾ ബ്രിട്ടീഷുകാരിവിടെ ഭരണം നടത്തിയിരുന്നപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരുപാട് അവകാശങ്ങൾ നിഷേധിച്ചിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ എന്ത് ചെയ്തത്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയത്. സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എന്നിവ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ച മറ്റ് ഘടകങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളുണ്ടല്ലോ, ആ ആശയങ്ങൾ, സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇവയൊക്കെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ച മറ്റ് ഘടകങ്ങളാണ്. മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും മൗലിക അവകാശങ്ങളുടെ നാൾവഴികളായ അവകാശരേഖകളും നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ അമേരിക്കൻ ഭരണഘടന, ഫ്രാൻസിൻ്റെ ഭരണഘടന, ഇവരുടെയൊക്കെ ഭരണഘടനകളെ, മനുഷ്യാവകാശ പ്രഖ്യാപനം, ഇതൊക്കെ നമ്മുടെ മൗലിക അവകാശങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം മൗലിക അവകാശങ്ങളുടെ നാൾവഴികളായ അവകാശരേഖകളും നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഭരണഘടന ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. ഭരണഘടനാ ദിനം. നമ്മുടെ ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ 26 ഭരണഘടനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എന്താ ആചരിക്കുന്നത്? നമ്മൾ ഭരണഘടനാ ദിനം ആചരിക്കുന്നത്. എന്നാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1949 നവംബർ 26 അതുകൊണ്ടാണ് നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നൊക്കെ പറയാം. ഇനി നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 3 കയ്യെഴുത്ത് പ്രതിയാണ് ഈ തന്നിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി. പാർട്ട് 3 നമ്മുടെ ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്, മൗലിക അവകാശങ്ങൾ. ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ ഏതെല്ലാമായിരുന്നു? അപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെയാ? കോളനി ഭരണകാലത്ത് അനുഭവിച്ച അവകാശ നിഷേധങ്ങൾ. അതായത് കോളനി ഭരണകാലത്ത് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ നമുക്ക് ഒരുപാട് അവകാശ നിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ ലോക സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക അസമത്വങ്ങൾ, വിദ്യാഭ്യാസപരമായ അസമത്വങ്ങൾ, ഇതൊക്കെ ജാതിപരമായ മതപരമായ അസമത്വങ്ങൾ, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പാർട്ട് 3
മൗലികാവകാശങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് സമയം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പാർട്ട് 3 ഭാഗം 3 സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ഭരണഘടനയാണ്. അപ്പം മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ആരാണ്? ഭരണഘടനയാണ് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തേതാണ് സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാളിറ്റി. ഒന്നാമത്തേത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശം. നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. അപ്പം എന്താ സമത്വം എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു വാക്കിൽ തന്നെയുണ്ട് സമത്വം. നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും എന്താണ്? നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് എന്തെന്ന് പറയുന്നത്? സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. ഈ അവകാശപ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം, അപ്പം എന്തൊക്കെയാണ് ആ വാക്കുകളെല്ലാം ഓർത്ത് വയ്ക്കുക. ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല എന്നാണ് നമുക്ക് നമ്മുടെ സമത്വത്തിലുള്ള അവകാശത്തിൽ പറയുന്നത്. ഇതോടൊപ്പം ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതുസ്നാന ഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനവും ഉറപ്പു നൽകുന്നു. അപ്പം ഇത് മാത്രമല്ല, നമ്മൾ എവിടെയൊക്കെയാണ്? ഹോട്ടലിലാണെങ്കിലും കടകളിൽ, കിണറുകൾ, കുളങ്ങൾ, പൊതുസ്നാനഘട്ടങ്ങൾ. പണ്ടൊക്കെ നമുക്കറിയാം കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കാനോ കുളങ്ങളിൽ കുളിക്കാനോ പൊതുസ്നാനഘട്ടങ്ങളിലൊക്കെ പോകാനോ പോലും അവർണർക്ക് അധികാരമില്ലായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനവും ഉറപ്പു നൽകുന്നതാണ് സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഈ അവകാശപ്രകാരം ഉറപ്പു വരുത്തുന്നു. അപ്പം എന്തൊക്കെയാണ്? പൊതുജോലികളിലെ അവസര സമത്വം, പൊതുജോലികളിൽ എല്ലാവർക്കും തുല്യമായ അവസരം നൽകുക, തൊട്ടുകൂടായ്മ നിരോധനം, അതുപോലെ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, ഇതൊക്കെ ഈ മൗലിക അവകാശപ്രകാരം ഉറപ്പു വരുത്തുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന സമത്വം എന്ന അവകാശത്തിൻ്റെ ലംഘനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അവ എന്തെല്ലാമാണ് എന്ന് രേഖപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട്. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പം രണ്ടാമത്തെ അവകാശം ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മുതൽ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ക്ലാസ്സുകൾ കേട്ടിരുന്നവർക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.